നിൽക്കുകയാണ്. അപ്പൊ ഞാൻ വരാൻ വേണ്ടിയിട്ട് ഇത്തിരി വൈകിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ എല്ലാവരും ഈ കമ്പനിയുടെ പ്ലാന് കേട്ടിട്ടുണ്ട്. പുതുതായിട്ട് അതിനകത്ത് വന്നവര് ഗസ്റ്റ് ആയിട്ടുള്ളവരൊക്കെ പ്ലാന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് പറയുന്നത് നമുക്കൊരു മൂന്നാമത്തെ റാങ്ക്, നമ്മളെല്ലാവരും ഈ ഒരു കമ്പനിയിലേക്ക് വന്നാൽ സ്വപ്നം കാണുന്ന ഒരു റാങ്കാണ് മൂന്നാമത്തെ റാങ്ക്, സെയിൽസ് മാനേജർ എന്ന് പറയുന്നത്. ആ ഒരു റാങ്കിൽ നിന്നുകൊണ്ട് ഇപ്പം 5ാമത് മാസമാണ് ഒരു മന്ത്ലി പെർഫോമൻസ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസം നമുക്കറിയാം, നമ്മളെ സാധാരണക്കാർക്ക് ജീവിക്കാൻ ഒരു മാസം ഒരു 10-20,000 രൂപ ഈസി ആയിട്ട് പറ്റും. അത് തന്നെ നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ ഒരു ഭംഗം വരാത്ത രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ശരി എന്ന് പറയുന്നത്. ഞാനൊരു സാധാരണ കർഷകനാണ്. FC സൈസ് സാർ എന്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പൊ അതൊക്കെ വീടിന്റെ അടുത്ത് തന്നെയുള്ളതാണ്. പക്ഷെ അത് ഞങ്ങൾ 2 ടീമിലായി പോയി എന്നേ ഉള്ളൂ, കുഴപ്പമില്ല. ഫിജിക്കാട് ഫാമിലിയാണ് നമ്മുടെ. പക്ഷെ ഈ ഒരു റാങ്കിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ സേഫ് ആകുകയാണ്. നിങ്ങളത് ആ പ്ലാൻ കേട്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു 3ാമത്തെ റാങ്ക് എല്ലാവരും സ്വപ്നം കാണുന്നത്. നമുക്കൊരു 13ാമത്തെ റാങ്ക് എത്തുന്ന സമയത്ത് നമുക്ക് കോടികളൊക്കെ ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും നമ്മുടെ 3ാമത്തെ റാങ്കാണ് നമ്മൾ എല്ലാവരും സ്വപ്നം കണ്ടുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നത്. കാരണം നമ്മളവിടെ ഒരു സേഫ് സോണിൽ എത്തുകയാണ്. നേരത്തെ കമ്പനിയുടെ 1ാമത്തെ റാങ്ക് പറഞ്ഞു. 1ാമത്തെ റാങ്ക് അതൊരു പ്രസ്റ്റീജ് റാങ്ക് തന്നെ പറയാം. നമുക്ക് ശരിക്കും 13ാമത്തെ റാങ്ക് എത്തുന്നതിന്റെ ഒരു പ്രാധാന്യം തന്നെയുണ്ട്. കാരണം നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒറ്റയ്ക്കാണ്. ഞാൻ കടന്നു വന്ന സമയത്ത് അങ്ങനെയാണ്. വന്ന സമയത്ത് ഈ ഒരു ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു ധാരണയില്ല. പക്ഷെ പതുക്കെ അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ആ കമ്പനിയുടെ ആ മഹാത്മ്യം അതൊക്കെ എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വന്നത് തികച്ച് യാദൃശ്യമായിട്ടാണ്. എന്റെ ഭാര്യ സഹോദരൻ അളിയൻ എന്നെ ശരിക്കും പെടുത്തി എന്ന് പറയാം. നിരന്തരമായ ഒരു നിർബന്ധത്തിന് വഴങ്ങി ഞാൻ നിങ്ങൾ ഈ കേട്ടതുപോലെ കമ്പനിയുടെ പ്ലാനോ കാര്യങ്ങളോ ഒന്നും കേൾക്കാതെ തന്നെ എന്റെ അടിയനെ വിശ്വസിച്ചുകൊണ്ട് എന്നെ ഒരു മുടിയിൽ കൊണ്ട് ചാടിക്കുന്ന ഒറ്റ വിശ്വാസത്തിൽ കയറി വന്ന ഒരാളാണ് ഞാൻ. പക്ഷെ വന്നു കഴിഞ്ഞ സമയത്ത് ആ കമ്പനിയെ പറ്റി കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയ സമയത്ത് നമ്മൾ ഏവർക്കും നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്താൻ പറ്റിയ രീതിയിലേക്കുള്ള ഒരു ബിസിനസ്സാണ്. ഏതൊരു സാധാരണക്കാരനും വിദ്യാഭ്യാസമോ പ്രായമോ അങ്ങനെ ഒന്നും ഒരു ഘടകമല്ലാത്ത രീതിയിലേക്ക് വന്നിട്ട് നല്ലൊരു ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. അതെന്റെ ഒരു ആത്മവിശ്വാസമായിരുന്നു. ഞാൻ വന്ന് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ വൈഫ് ഇതിനകത്തേക്ക് എന്റെ കൂടെ വന്നു. അതൊരു ടേണിംഗ് പോയിന്റ് ആണെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ഞങ്ങൾ ഒന്നിച്ച് വർക്കെടുക്കുന്നു, ഒരേ മനസ്സോടുകൂടി വർക്കെടുക്കുന്നു. അതിന്റെ ഒരു സുഖം ഇപ്പോഴുണ്ട്. ഞങ്ങൾ ഒരേ രീതിയിൽ ചിന്തിക്കുന്നു, ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ഈ കമ്പനിയുടെ ഈ പ്ലാന് കേട്ടിട്ട് ഒരു ആവേശത്തിലല്ല, രക്ഷപ്പെടുന്ന ഒരു ചിന്താഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം വരാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് fijicat.com. ഞാൻ ഈ ഒരു കടന്നു വന്നിട്ട് എന്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ ചേർന്നിട്ട് 8ാമത് ദിവസം ബോച്ചനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മവിശ്വാസം ഒരു കാര്യമാണ്. അതേപോലെ കമ്പനിയുടെ നമ്മുടെ കണ്ണൂർ ജില്ലക്കാരനായ അനീഷ് കെ ജോയ്സ് സാറുമായിട്ട് നേരിട്ട് പരിചയപ്പെടാൻ സംസാരിക്കാനും പറ്റി എന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മവിശ്വാസം. അതുപോലെ ഓരോരുത്തരും കടന്നു വരുന്ന ഓരോരുത്തരും വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ ആരാണ് ഈ ഒരു വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്ന് അവരെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളത് കൂടെ നിൽക്കുക. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നല്ലൊരു വരുമാനം നേടി സമൂഹത്തിന് നല്ലൊരു വിലയും നിലയും, അതായത് ലീഗലായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് എന്നുള്ളതിന്റെ ഒരു പ്രാധാന്യമുണ്ട്. ഇത്രയും കാലം MLM ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വിശ്വാസമില്ല. ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ വന്ന് ഇവിടെയൊക്കെ നമ്മൾ പറ്റിക്കപ്പെട്ട് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഫിജിക്കാട്ട് പോലുള്ള തികച്ചും നിയമപരമായിട്ടുള്ള ഒരു കമ്പനി നമുക്കിവിടെ വന്ന് നമ്മളെപ്പോലത്തെ സാധാരണക്കാരെ നല്ലൊരു നിലവാരത്തിലേക്ക് എത്തിക്കാനും സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തിക്കാനും ഈ ഒരു കമ്പനി കഴിയും. എന്റെ ആത്മവിശ്വാസമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ കമ്പനി ഒന്ന് വിശ്വസിക്കുക. നിങ്ങളെ ആരാണ് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നത്, നിങ്ങൾ അവരോട് ചോദിക്കുക. പുറത്തുനിന്ന് കേൾക്കുന്ന നെഗറ്റീവുകളല്ല നിങ്ങൾ മാറേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഈ ഒരു കമ്പനി എന്താണെന്ന് തിരിച്ചറിയുക. അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഒരുപാട് പറഞ്ഞ് തീർപ്പിക്കുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം.